ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ഗ്ലിസറിൻ്റെ യൂസസും ബെനിഫിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിന് ഗ്ലിസറിൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഗ്ലിസറിൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. 10-20 രൂപയ്ക്ക് മേടിക്കാൻ നിങ്ങൾക്ക് കിട്ടും, ഒരു കുപ്പിയിൽ ഗ്ലിസറിൻ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഞെക്കണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാടൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് എങ്ങനെയൊക്കെ ഗ്ലിസറിൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും എന്ത് സ്കിൻ ആയിക്കോട്ടെ ഗ്ലിസറിൻ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഒരുപാട് വലിച്ചു നീട്ടി പറയുമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഗ്ലിസറിൻ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഗ്ലിസറിൻ ഒരു ചെറിയ ബോട്ടിൽ 15 രൂപ, ഇപ്പോൾ വലിയ ബോട്ടിലാണെങ്കിൽ 30 രൂപയ്ക്കേ ഉള്ളൂ. മെഡിക്കൽ ഷോപ്പിൽ നിന്നും ലേഡീസ് സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഗ്ലിസറിൻ. നല്ല റേറ്റ് കുറവാണ്, എന്നാൽ അതുപോലെ ഗുണങ്ങളുള്ള ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഗ്ലിസറിൻ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലിസറിൻ ഇതാണ് കണ്ടോ. ഇത് ഞാൻ ഒരു ലേഡീസ് സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഇതിനു മുമ്പ് ഞാൻ മേടിച്ചേക്കുന്നത് മെഡിക്കൽ ഷോപ്പിൽ നിന്നായിരുന്നു. ഇത്തവണ ഞാൻ ലേഡീസ് സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്, എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ മേടിച്ചു. ഇതിന് 19 രൂപയുള്ളൂ. കണ്ടോ, ഇത്രയുള്ള ബോട്ടിൽ നമുക്ക് കിട്ടും. ഈ ഒരു ഗ്ലിസറിൻ കൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. നമുക്കിപ്പോൾ ഈവൻ ഫേസ് പാക്കിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ എല്ലാ ഫേസ് പാക്കിനും ഗ്ലിസറിൻ കുറച്ച് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ സ്മൂത്ത് ആവാനും ഡ്രൈനെസ് ഒക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളിപ്പം മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവാനും ഡ്രൈനെസ് ഒക്കെ മാറാനും വളരെ നല്ലതാണ്. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഡേർട്ടൊക്കെ പോയി പോഴ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ആവാനും ഒക്കെ നല്ലതാണ് ഗ്ലിസറിൻ. അത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോഴ്സ് ക്ലോസ് ആവാൻ വളരെ നല്ലതാണ് ഗ്ലിസറിൻ. നന്നായിട്ട് റിഡ്യൂസ് ചെയ്യും, നമുക്കത് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിൻ ആഗ്നെ, ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ആഗ്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സ്കിൻ ആഗ്നെ പ്രോൺ സ്കിന്നാണ്. ഞാൻ ഒന്ന് പൊടിയടിച്ചാൽ തന്നെ, ഒന്ന് യാത്ര ചെയ്ത് പൊടിയടിച്ചാൽ തന്നെ എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരും. അപ്പോൾ അങ്ങനത്തെ സ്കിന്നാണ്. അപ്പോൾ ആഗ്നെ പ്രോൺ സ്കിൻകാർക്ക്, ഓയിലി സ്കിൻ, എൻ്റെ ഓയിലി സ്കിന്നാണ്, ഓയിലി സ്കിൻകാർക്ക് ഒക്കെ വളരെ നല്ലതാണ് ഗ്ലിസറിൻ യൂസ് ചെയ്യണത്. പിമ്പിൾസും ആഗ്നെയൊക്കെ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യും ഗ്ലിസറിൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അത് വരാനുള്ള ഒരു പ്രിവെൻഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫേസിന് മാത്രമല്ല, നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ലിപ്സ് ആണെങ്കിൽ, എൻ്റെ നല്ല ഡ്രൈ ലിപ്സാണ്, നല്ല പിഗ്മെൻറ്റഡ് ലിപ്സാണ്. അപ്പോൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഗ്ലിസറിൻ നിങ്ങൾ ഡെയിലി രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക, വളരെ നല്ലതാണ് കേട്ടോ ഗ്ലിസറിൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കിന്നിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ, ഇപ്പോൾ 1 സ്പൂൺ ഗ്ലിസറിൻ, 1 സ്പൂൺ റോസ് വാട്ടർ, ഈ ഒരളവിൽ നിങ്ങൾ മിക്സ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിലും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങളത് ഡെയിലി ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അത് ഡെയിലി അതുപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചേക്കുക. നിങ്ങൾ ഡെയിലി ഒരു ഫേസ് മിസ്റ്റ് പോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നേരം വിട്ടേക്കുക. അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് രാത്രി ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, വളരെ നല്ലതാണ്. ഡ്രൈ സ്കിൻകാർക്ക് മസ്റ്റായിട്ട് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൻ ഡ്രൈനെസ് ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏത് സ്കിൻകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അലർജി ഉള്ളവരാണെങ്കിൽ കുറച്ച് മാറ്റി പിടിക്കാവുന്നേ ഉള്ളൂ. ഗ്ലിസറിനും യോഗർട്ടും ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഫേസ് മാസ്ക് പോലെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ യോഗർട്ട് നിങ്ങളുടെ സ്കിന്നിന് അലർജി ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു വീക്ക്ലി ഒരു 3 തവണയൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലിസറിനും അലോവേര ജെല്ലും. ഗ്ലിസറിനും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഫേസിൽ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ മിക്സ് ചെയ്ത് അപ്പം തന്നെ മിക്സ് ചെയ്ത് യൂസ് ചെയ്തായിരിക്കും നല്ലത്. ഇനി അല്ല, നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്യണം എന്നാണെങ്കിൽ ഒരു വിറ്റമിൻ ക്യാപ്സൂൾ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി ഇതിൽ നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലിപ്പിലും കൂടെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലിപ്സിന് ഗ്ലിസറിൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ഗ്ലിസറിൻ്റെ കൂടെ നമ്മൾ ഹണി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. അത് ഡേ ടൈമിൽ കേട്ടോ. രാത്രിയാണെങ്കിൽ നിങ്ങൾ ഗ്ലിസറിൻ്റെ കൂടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ് ബാമോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഹണി അപ്ലൈ ചെയ്തിട്ട് ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ യൂസ് ഒന്നുമില്ല, നിങ്ങളത് ബെഡിലായി പോവുകയുള്ളൂ. ലിപ് ബാമിലോ മോയ്സ്ചറൈസറിലോ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ചുണ്ടിൽ വയ്ക്കുക. ഒന്ന് ചെറുതായിരുന്നു ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിടന്നുറങ്ങുക, രാവിലെ കളഞ്ഞാൽ മതി. ഇനി അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലിസറിനും നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലേ മാസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലിക്വറൈസ് ആവാം, മുൾട്ടാണി മിട്ടി, ഈവൻ കടലമാവാണെങ്കിൽ കൂടി അതിൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങൾ ഗ്ലിസറിൻ കുറച്ച് ആഡ് ചെയ്തിട്ട് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പേസ്റ്റ് പോലെ നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം.
ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും. ഇനി ആറാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻകാർക്കുള്ളതാണ്. ഇത് ആക്നെ പ്രോൺ സ്കിൻകാരും ഓയിലി സ്കിൻകാരും ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് ചെയ്യുക, വളരെ നല്ലതാണ്. ഗ്ലിസറിനും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയാം. ഇതുപോലെ നിങ്ങൾ ഒരു കണ്ടിന്യൂസ് റെഗുലർ ബേസിസിൽ നിങ്ങൾ ചെയ്തു പോകണമെങ്കിൽ നിങ്ങളുടെ ഡ്രൈനെസ് മാറിയിട്ട് ഉറപ്പായിട്ട് സ്മൂത്ത് ആവും. നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു ഗ്ലോ വരും. നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ സ്കിൻകാർക്കോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ മൊരിച്ചിൽ പോലെ വരുന്ന അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടല്ലോ, അതൊക്കെ മാറി നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും. ഉറപ്പായിട്ടും ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ ഇത് ഒന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. റെഗുലറായിട്ട് ചെയ്യണം. റെഗുലറായിട്ട് ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഗ്ലിസറിൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഗ്ലിസറിൻ മേടിച്ചിട്ട് ഗ്ലിസറിൻ തേച്ചിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ സ്കിൻ പിന്നെ ഓയിലി ആവുക അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയും നല്ല മോയ്സ്ചറൈസിങ് ഒക്കെ ആക്കി തരും. പക്ഷേ നമ്മുടെ സ്കിൻ പിന്നെ ഓയിലി ആവത്തില്ല. ഇങ്ങനെ ഈ ഗ്ലോ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിൻ പിന്നെയും ഓയിലി ആവുകയാണെന്ന്. പക്ഷെ അല്ല, നമ്മൾ ഈ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയും മോയ്സ്ചറൈസറും ഒക്കെ ഒന്നും ആവും, പക്ഷേ ഗ്രീസി ആവത്തില്ല. നമ്മുടെ സ്കിൻ ഇങ്ങനെ ഗ്രീസി ഓയിലി ഒന്നും ആവാതെ തന്നെ നമുക്കൊരു ഗ്ലോയും ഇതൊക്കെ തരും. പിന്നെ ഗ്ലിസറിൻ നിങ്ങൾ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് കയ്യിലൊക്കെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ ഗ്ലിസറിൻ 1-2 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ കൈയുടെയൊക്കെ ഡ്രൈനെസ് ഒക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആക്കാനൊക്കെ വളരെ നല്ലതാണ്. ഗ്ലിസറിൻ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ 10-15 രൂപയുടെ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓയിലി സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും ഏത് സ്കിൻകാർക്കും യൂസ്ഫുൾ ആണ് ഗ്ലിസറിൻ. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഫേസ് പാക്കും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി, ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാരാണെങ്കിൽ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഈ 10 രൂപയുടെ 19 രൂപയുടെ ഒക്കെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ കിട്ടും. ഇതിന് 19 രൂപയുള്ളൂ. ഇത്രയുള്ള ഒരു ബോട്ടിൽ കിട്ടും ഗ്ലിസറിൻ. ഇതൊരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ വേറെ രീതിയിൽ ഇപ്പോൾ ഫേസ് പാക്കായിട്ടോ സെറമായിട്ടോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറിലോ ബോഡി ലോഷനിലോ മാത്രം മിക്സ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും, സ്മൂത്ത് ആവും. ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക. ഏറ്റവും നിങ്ങളുടെ ഫേസിന് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയ മെയിൻ ഒരു സാധനമാണ് ഗ്ലിസറിൻ. ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വേറെ കൂടുതൽ ഫേസ് പാക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്ത് മുഷിയൊന്നും വേണ്ട. ഇപ്പം മടിയന്മാർക്കും മടിയച്ചന്മാർക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഗ്ലിസറിൻ. എല്ലാത്തിനും ഗുണം ചെയ്യും. നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡ്രൈനെസ്സും മാറ്റി, എല്ലാ റിങ്കിൾസ് മാറ്റി, പിഗ്മെൻറ്റേഷൻ മാറ്റി, ഇതിനെല്ലാത്തിനും ഗ്ലിസറിൻ നല്ലതാണ്. നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും വളരെ നല്ലതാണ്. ഓയിലി സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒരു കുപ്പി ഗ്ലിസറിൻ മേടിച്ച് വെച്ചിട്ട് ഇതുപോലെയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.